ഇന്നത്തെ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോ കണ്ട കാഴ്ച നമ്മളെ ദുബായിലും അങ്ങനെ മഴ പെയ്തു. എന്താന്നറിയില്ല, അടിപൊളി വെതറ. ഇപ്പോഴാണെങ്കിലും എനിക്ക് നാട്ടിലത്തെ ഒരു ഫീല് കിട്ടുന്നു. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. എന്ത് പറഞ്ഞാലും സെറ്റ്. നമ്മളെ മെസ്സിന്ന് കുറച്ച് ചോറും കഴിക്കും. നമ്മളെ മഴ കാണാൻ വേണ്ടിട്ട് വേട്ടെ ഇറങ്ങി. എന്താന്നറിയില്ല, ഒരു പ്രത്യേക തരം ഫീല് കിട്ടുന്നു. എന്നെ വിചാരിച്ച് അധികം ഫീൽ ചെയ്താൽ നമ്മള് സൈഡാവും. അതുകൊണ്ട് വേഗമായിട്ട് റൂമിലേക്ക്. പിന്നെ നമ്മള് റൂമിൽ നിന്ന് ഒരു കിടത്തും പാസ് നമ്മളെ ഷോപ്പിലേക്ക് തന്നെ ആക്കി. ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് സാധനം വന്നു. ഇതാ ഈ സാധനങ്ങൾ. ഇനി ഇതൊക്കെ കൂടി പ്രൈസ് ടാഗ് ഒക്കെ ഒന്ന് അടിച്ചിട്ട് ഷെൽഫ് കയറ്റണം. പിന്നെ നമ്മളെ പരിപാടികളൊക്കെ അടുത്ത് തുടങ്ങി. നിങ്ങൾക്ക് ഈറ്റ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇതങ്ങോട്ട് പോരി, നമ്മളുണ്ടാവും ഇവിടെ. പിന്നെ എന്നാണെങ്കിലോ വേറൊരു സംഭവം, നമ്മളെ ദിലീപിന്റെ ഒരു പുതിയ പടം ഇറങ്ങിയിരിക്കുന്നു. ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഇത് കാണാൻ വേണ്ടിട്ട് കുറച്ച് ദിവസമായി കാത്തു. പിന്നെ നമ്മള് പ്രൈസ് അടിച്ച സാധനം നല്ല സെറ്റാക്കി നമ്മളെ ഷെൽഫിലാട്ട് വെച്ച്. അതിന്റെ അടുക്കാണെങ്കിൽ ഇവരൊക്കെ പറയും നമ്മളെ പടത്തിനെ പറ്റി ഇവന്മാരൊന്നും കാണാണ്ട് വെറുതെ പടം അടിപൊളിയാണെന്നും പടം പൊട്ടിയതാണെന്നൊക്കെയാണ് പറയുന്നത്. ഞാനാണെങ്കിൽ ഒന്ന് രാത്രി ആവാനും കാത്തു ഇതിനൊന്ന് പോവാൻ വേണ്ടി. അങ്ങനെ രാത്രി ആയപ്പോ കണ്ട കാഴ്ച സത്യം പറയുകയാണെങ്കിൽ ഞാൻ അടപടല ഇംഗ്ലിയായി നിൽക്കുക. ഈ ടൈമിലേനു ഞാൻ തിയേറ്റർ കുത്തിരുന്ന പടം കാണാൻ. അപ്പൊ ഇവിടെ മയം കണ്ട് നോക്കി നിൽക്കുക. പടത്തിന് ബുക്ക് ചെയ്ത പൈസയും പോയി, ആ പടം ഒന്ന് കാണാനും കഴിഞ്ഞു. വെറുതെ കൊറേ ആശിച്ചു. ഈ മയത്താണെങ്കിൽ നമുക്ക് പോവാനും പറ്റും. അതുകൊണ്ടാണ് പിന്നെ നമ്മളെ ഷോപ്പത്തെ ലൈറ്റ് ഒക്കെ ഒന്ന് ഓഫാക്കി നമ്മളാട്ട് പുറത്തേക്കാട്ട് ഇറങ്ങി. ഇവിടെ ആണെങ്കിലോ റോഡ് മൊത്തം വെള്ളപ്പൊക്കായിട്ട് നിൽക്കും. ഈ വരുന്ന കാർ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു മഴ പെയ്താ ഇങ്ങനാണ് അവസ്ഥ. പിന്നെ അത് നോക്കിക്കാണ്ട് വേഗം റൂമിലേക്കാട്ട് നടന്നു. നേരത്തെ ചടപ്പ് ഇപ്പോഴും മനസ്സിനാട്ട് പിന്നെ നമ്മളെ റൂമിലേക്കാട്ട് ഇനി കുളിക്കണം, കിടക്കണം. അപ്പോ ശരി എന്നാ.